ഹലോ ഗായ്സ്, അപ്പോൾ ഇത് നമ്മൾ ജൂൺ 1 നല്ല മഴ ഉണ്ടായിരുന്നില്ല, അന്ന് എടുത്തിട്ടുള്ള ഒരു വ്ളോഗാട്ടോ. ജൂൺ 2 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ തലേ ദിവസത്തെ ഒരു വ്ളോഗാണ്. ടാറ്റാ. ഗായ്സ്, നമ്മൾ ബർത്ത്ഡേ ഷോപ്പിംഗ്. എന്നെ വ്ളോഗിൽ ഉൾപ്പെടുത്തരുത്. ഞാൻ ഉൾപ്പെടുത്തും. ഈ എൻ്റെ സിസ്റ്ററാണ്, ക്യൂട്ട് സിസ്റ്റർ. പ്ലീസ് ഷട്ട്. ബ്ലാബറിങ് ചെയ്യാൻ എടീ വണ്ടി വരുന്നുണ്ട്. നോ, ഐ കാൺട്ട് ബിക്കോസ് ഐ വാണ്ട് ദി ഓളങ്ങൾ. അങ്ങനെയല്ലേ പോവാ. പിന്നെ ആരുടെ കല്യാണം എന്ന് പറഞ്ഞേ? ചെറുക്കൻ്റെ കല്യാണം. പക്ഷെ മഴ പെയ്യണില്ലല്ലോ. ക്യാൻ യു പ്ലീസ് ഷട്ട് യുവർ മൗത്ത്? അതാണ് അവൾ ഉദ്ദേശിച്ചത്, അല്ലേ? യെസ് ഓഫ് കോഴ്സ്. ബ്ലോഗറിനെ മുളയിൽ നുള്ളിക്കളയുകയാണ്. എന്നിട്ടാണ് കുറേ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി ഞാൻ സപ്പോർട്ട് ചെയ്തത്. എടീ, സത്യങ്ങളിങ്ങനെ വിളിച്ചു പറയില്ലേ? ചെരുപ്പിന്ന് സൗണ്ട് ഉണ്ടാകുന്നു ഗൈസ്. സ്വാഭാവികം. നമ്മളവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, അതിൻ്റെ ഒരു ആഴം മനസ്സിലാക്കാണ്ട് കേട്ടോ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ബൈക്ക് പോയിട്ട് അവിടെ സ്റ്റക്കായി നിന്നപ്പോഴാണ് നമുക്ക് എത്ര വെള്ളം അവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാവണത്. ഇത്ര ദൂരത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് അത്ര ഉള്ള പോലെ തോന്നില്ല. ഈ സ്കൂട്ടിയിലെ ചേട്ടൻ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ എത്തിയിട്ട് പകുതിക്ക് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴും നമ്മൾ വിചാരിക്കണം കുഴപ്പമില്ല, നടക്കാനുള്ളതല്ലേ ഉള്ളൂ എന്നുള്ളതാണ് വിചാരിക്കണം. സ്കൂട്ടിൻ്റെ ഇത് കേടുവരുമല്ലോ, അപ്പോൾ അവർ അങ്ങനെ തിരിക്കണതാണെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ലായിരുന്നു ഗൈസ്. നമ്മുടെ തൊട വരെ അവിടെയൊക്കെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദ ഗൈസ്, ഞാൻ നടക്കുന്ന ക്ലിപ്പിൽ സൂക്ഷിച്ച് നോക്കിയാൽ ഈ സ്കൂട്ടി ചേട്ടൻ ഉണ്ടല്ലോ, നെക്സ്റ്റ് കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളെ കാണുന്നുണ്ട്, ആൾ തിരിച്ച് വരുന്നുണ്ട്. അപ്പോഴും എനിക്ക് മനസ്സിലാവണില്ല അവിടെ അത്ര ആഴുണ്ട് എന്നുള്ളത് കേട്ടോ. നല്ല വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. നിങ്ങളവിടെയൊക്കെ എത്ര വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു? എൻ്റെ വീടിൻ്റെ മുറ്റത്ത് കുറച്ച് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല മഴ നിന്ന് പെയ്തിട്ടൊരു 12 മണിയൊക്കെ ആവും. ഇപ്പം വീട്ടിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇങ്ങനെ, വീടിൻ്റെ ഉള്ളിലേക്കല്ല, നമ്മൾ കാർ പോർച്ചുണ്ട്, ആ ഭാഗത്തേക്കൊക്കെ ഇങ്ങനെ കയറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പുറത്തുനിന്ന് വണ്ടി പോകുമ്പം വെള്ളത്തിൻ്റെ ഓളം അടിക്കുമല്ലോ, അപ്പോൾ മൊത്തത്തിലിങ്ങനെ കാർ പോർച്ച് മൊത്തം ഇങ്ങനെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ മഴ നിന്നപ്പോൾ അതങ്ങ് ഒതുങ്ങിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വരുമ്പോൾ നമുക്ക് ഓട്ടോ വിളിച്ചോ. അന്നെക്കൊണ്ടാവും. അന്നെക്കൊണ്ട് പിന്നെ എങ്ങനെ നടക്കും? അയ്യോ, എനിക്ക് ഭയമായി. പേടിക്കേണ്ട ഒരു ചേട്ടൻ ബാക്കിയുണ്ട്. അഡ്വെഞ്ചറസ് ആയിട്ട് നമ്മൾ പോകുന്നത് കാണിച്ചാൽ. അയ്യോ, കണ്ടോ ഇത്രയും വെള്ളമുണ്ട് ഗൈസ്. വീട്ടിലൊക്കെ വെള്ളം കയറി തോന്നുന്നു. ഈ വീട്ടിലൊക്കെ വെള്ളം കയറിയുണ്ട്, കണ്ടോ? നമ്മൾ വിചാരിച്ച പോലെയല്ല, ഹൈക്കും ആഴിങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട്. റോഡ് താഴ്ന്നിട്ടാ തോന്നുന്നു. നമുക്ക് നോക്കാം. ഇവിടെ ഇവിടെ കുഴിയെല്ലാം ഇതെന്ത് പ്രദേശത്ത് ഫുള്ള് വെള്ളമാണ് കേട്ടോ.
ആ കുട്ടികളാരൊക്കെ വരണ്ടടി. അപമാനിക്കുന്നു പട്ടി. നമ്മളവിടെ ഒന്നുമല്ല അല്ലേ. യാഗത് കൊണ്ടേ യാഗത് കൊണ്ടേ കാണിച്ചു കൊടുക്കാം. അപ്പം ഉണ്ടാതെ അവിടെ ഇരുന്നോളൂ. ഈ വെള്ളമെല്ലാം കൂടി അങ്ങോട്ട് കടിച്ചാക്കി തരാന്ന് പറയാ. പാമ്പൊന്നുമില്ല. തൊട വരൊക്കെ വെള്ളണ്ട്. തന്നെ എങ്ങനെ അവിടേക്ക് എത്തും? ഇത്രയും വെള്ളത്തിൽ നിന്നിട്ട് ഫോൺ ചെയ്യാൻ കാണിക്കണം ഒരു മനസ്സ്. പൈസന്റെ അല്ല, ഓട്ടോ കിട്ടണ്ടേ? ഓട്ടോക്ക് ഇനി ഇഷ്ടം പോലെ. അപ്പോൾ ആകെ നനഞ്ഞു വിളിച്ചിട്ടാട്ടോ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്കും എന്താ ബുദ്ധിമുട്ടായി നമ്മളിങ്ങനെ നനഞ്ഞിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ തുടക്കാനും ഒക്കെ. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും ഒരു മൂഡുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കേക്കിനും നമ്മൾ മന്തി ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് തിരിച്ച് നമ്മൾ മെയിൻ റോട്ടിൽ കൂടെ ആട്ടോ നടക്കുന്നത്. അപ്പം അതിലും വലിയ സംഭവം. അപ്പോൾ നമ്മൾ ആ വെള്ളം ചവിട്ടി കടന്നില്ല, ഡ്രെയിനേജ് വെള്ളമൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ക്രോസ് ചെയ്തിട്ട് യുവതിക്ക് നടക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഓട്ടോറിക്ഷയിൽ കയറി കഴിഞ്ഞു പോയി. ചേട്ടൻ വന്ന് നിൽക്കാതെ തിരിച്ച് നടക്കാനാണ്. ഇതുവരെ നന്ദി. നമ്മൾ നാളത്തെ ബർത്ത്ഡേ സെലിബ്രേഷനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്.